ഗൈസ് നമ്മളപ്പോൾ തേക്കടി എത്താറായി കേട്ടോ. ഒരു 500 മീറ്റർ കൂടെ ഉള്ളൂ. എന്നാ മാപ്പ് കാണിച്ചത് അറിയത്തില്ല. പോയി നോക്കാം. ബൈക്കുള്ളതുകൊണ്ട് ഒരു കാര്യം കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങൾ സ്മൂത്തായിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു 7 വട്ടം വഴി തെറ്റി. ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഇവിടെയാണോ പോകുന്നത്? ഇതാണോ വഴി? ഇനി അങ്ങോട്ടോ ചോദിച്ചു എന്നൊക്കെ തേക്കടി നാളെ പോയിട്ട് ഓക്കെ. അപ്പം ഇതുവരെ തെറ്റില്ലെന്നാണ് തോന്നുന്നേ. താഴെ പോയിട്ട് അന്ന സഫാരിയോ അന്ന സഫാരിയൊക്കെ നമ്മൾ കണ്ടേടാ. എന്നാലും കുഴപ്പമില്ല, കാണാവുന്നൂടെ. അവിടെ അത്യാവശ്യം റോഡും കാര്യങ്ങളാണ്. സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ സ്കൂളാണ് കാണുന്നത് ഈ ഒരു വഴിയിൽ. കാണോ? അയ്യോ, എന്തോ ഒരു എൻട്രൻസ് ഒക്കെ കാണുന്നുണ്ട്. തോന്നുന്നു ക്ലോസ് ടു ഏരിയ. എന്തോ വയസ്സ് ഒരു പിടിയില്ല. ഇങ്ങോട്ട് പോകാമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. പോയി നോക്കാം. എന്തായാലും വണ്ടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓടിച്ചാൽ പോലും എടുത്തോണ്ട് പോവാമല്ലോ. പസങ്ങള എന്താ തേക്കടിക്ക് എന്തോ മലയാളി ഇതാ അത് പോട്ടെ. എന്നെ കണ്ടപ്പോഴേ പേടിച്ച്. ഞാൻ കാണിച്ചില്ല. അങ്ങനെ ചോദിക്കും. തേക്കടിക്ക് എന്താ ഇവിടെ ഉള്ളവർക്കെല്ലാം തേക്കടി എന്ന് പറയുമ്പോൾ ഭാഗത്തോട്ട് കയറി പോണേ. തേക്കടി എന്നല്ലേ പറഞ്ഞോളൂ, വേറെ എന്തെങ്കിലും പറഞ്ഞാൽ. എന്തായാലും നോക്കി നോക്കാം. ഇവരാൾ ഇതല്ലെന്നാണ് പറഞ്ഞത്. കൂടുതൽ അതല്ലേ അത് വഴി കിടക്കില്ല. വഴി കിടന്നാൽ നമുക്ക് പോകാം. നമ്മൾ വീണ്ടും തേരി ഏറിയാടാ പോകുന്നേ. ഇത് ഇങ്ങനൊന്നും അല്ലടാ. തേക്കടി ഗൈസ് അങ്ങനെ. ഗൈസ് ഫൈനലി നമ്മൾ ഇവിടെ ഒക്കെ എത്തി കേട്ടോ. ഇതാണല്ല അതെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നിന്നാണ് പോകേണ്ടതെന്നാണ് തോന്നുന്നത്. ചേട്ടാ ഈ തേക്കടിയിലോട്ട് പോകുന്നത് എങ്ങോട്ടാട്ടാ? എവിടെ ഈ തേക്കടിയിലോട്ട് പോകുന്നത്? നേരെ പോയത്. നേരെ പോയിട്ട് റൈറ്റ്. സൈക്കിളോ? അതെവിടെ? ചെക്ക് പോസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. എത്ര കിലോമീറ്റർ ഉണ്ട്? ഓക്കെ, താങ്ക്സ്. സൈക്കിളിൽ പോവാം. ഓക്കെ ഗൈസ്, കുറച്ച് അഡ്വഞ്ചർ മോഡ് ഓണാവാൻ പോവുകയാണ്. അതാണ് പുള്ളി പറഞ്ഞത്. അറിയത്തില്ല, അവിടെ ഓരോരുത്തർ ഓരോന്നാണ് കേട്ടോ പറയുന്നത്. അവിടെ എത്തുമ്പോഴേ അറിയാൻ പറ്റുന്നത്. അത് നോക്കി വെക്കാം. നാളെ ഈ ഗിയർ സൈക്കിളാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും ഇരിക്കണ്ട കേട്ടോ. അവിടെ ടയറുള്ളതേ പുണ്യായിരിക്കും. നോക്കാം. അത് എത്ര ടൂറിസ്റ്റ് ബസ്സെണ്ണം നോക്കി. നമുക്ക് ഇവിടെ ഉള്ള നമുക്ക് ഒരു വിലയില്ലാത്ത അങ്ങോട്ടൊക്കെ കണ്ടില്ലേ. അവർക്കൊക്കെ ഇതൊക്കെ എന്തോ വലിയ സംഭവം. അതുകൊണ്ട് സിപ്ലിനാണെന്ന് തോന്നുന്നു. കാൽക്കുലേറ്റർ കേട്ടോ. അതൊരു ഐസി ടൂറിസ്റ്റിനേക്കാളും ആ ഫോറിനേഴ്സൊക്കെ നോക്കി. നമുക്ക് സൈഡിലേക്ക് ജീപ്സൊക്കെ കണ്ടില്ലേ. ഇതാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്യാം. ഓ റൈറ്റ് ഇവിടെ റൈറ്റോ? ഈ പുള്ളി കേട്ടോ നമുക്ക് വഴി പറഞ്ഞു തന്നെ. പാവം കുറേ ഒന്ന് വഴിയിട്ടും പറഞ്ഞു തരാം. വഴി എത്തിക്കുന്നുണ്ടോ നോക്കിയേക്കാം. വീഡിയോ ഓൺ തന്നെയല്ലേ അല്ലേ? ഇവിടെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലെ ബാംബൂസൊക്കെ നോക്കിയേ. ഞാൻ മോനെ ക്യാമറമാൻ കാണിച്ചേ. അതൊക്കെ
എന്തല്ലേ എൻ്റെ പൊന്ന് നല്ല വലുതാട്ടോ. അത് കാണിക്കടാ. കാണാതെ ഓക്കെ. പക്ഷെ ഇവിടെ അത്യാവശ്യം മലയാളീസും ഉണ്ട് കേട്ടോ. കേരള വണ്ടീസും എന്നാലും ഇവിടെ അല്ലാതെ പുറത്തുനിന്നുള്ള മലയാളീസ് കണ്ടില്ലേ. ഇവൻ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി വരുന്നതാണോ? അവൻ പുള്ളി നമ്മളെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നേരെയാണോ? ഓക്കെ ബ്രോ, താങ്ക് യു. എന്താ വലിയ അതാ നമ്മൾ പോകണം എന്നാ. അതാണെന്ന് തോന്നുന്നു ബസ്. അതാണെന്ന് പറയണ്ട, അതായിരിക്കും. ഗൈസ് ഈ റെസ്റ്റോറൻ്റ് ഒക്കെ നോക്കി. ആഹാ കൊള്ളാട്ടോ. മേളിൽ കയറ്റി വിടത്തില്ല എന്നാ പറഞ്ഞത്. ഗൈസ് ഇവിടെ കോഫി ഹൗസൊക്കെ ഉണ്ട്. ഗൈസ് ഇവിടെ എന്തോരം ജീപ്പാന്ന് നോക്കിയേ. ജീപ്പിൻ്റെ മേളാട്ടോ, മേളം. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബൈക്സ് ഉണ്ട്, കാർസ് ഉണ്ട്, വാൻഡീസ് ഉണ്ട്, പൂക്കളുണ്ട്. മെയിനായിട്ട് ജീപ്പ് കാണാം കേട്ടോ. ഒരു ജീപ്പ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അല്ല വലിയ വലിയ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പെരിയ ടൈഗർ റിസർവ്. യെസ്. അപ്പോൾ ഗൈസ് കാത്തിരിപ്പിന് വിരാമമായി നമ്മൾ എൻ്റെ എൻട്രിയിലേക്ക് എത്തിയിരിക്കുന്നു. വിജസ് റെസിഡൻസ് എൻട്രി. നമുക്കപ്പോൾ ഇതിനകത്തോട്ട് പോവാം. ഈ മറ്റേ സൈക്കിളൊക്കെ റെൻ്റെടുക്കുന്നു. ഇല്ല, സൈക്കിൾ നിർത്തിയോ? പുറകിൽ പോയിട്ട് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് വേണം ബസ്സിൽ കാണുമ്പോൾ സൈക്കിൾ നിർത്തി നടക്കാൻ വേണമെങ്കിൽ നീ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വന്നിട്ട് നടക്കാമല്ലേ? അപ്പം നടക്കാം. ഏകദേശം നമ്മൾ നടക്കാനുള്ളത്. സൈക്ലിങ് എപ്പോഴും തോന്നി, കുറച്ച് ഓപ്പിട്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. എവിടെ വണ്ടി പാർക്ക് ചെയ്യണ്ട? അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. വാ. നമുക്ക് കഴിഞ്ഞ് വണ്ടി ഇവിടെ ആണെങ്കിൽ വെക്കാൻ ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ചാമ്പ ഇവിടെ വയ്ക്കൂടെ? ഇവിടെ വെച്ചാലോ? അത് തണലും ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു, സേഫാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് എത്തി. പിന്നെ വളരെ അപൂലവ നിമിഷമായ ഒരു ട്വിസ്റ്റുണ്ട്. നമ്മൾ ലൊക്കേഷനിൽ ഇട്ടത് തേക്കടിയിലോട്ടാണ്. ഈ മഹാൻ ഇട്ടത് തേക്കടി പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ എത്തിയത് പെരിയാർ റിസർവ് ടൈഗർ റിസർവ് വാട്ടർ എത്തീസ്. നമ്മൾ തേക്കടി ഇട്ടപ്പോൾ പെരിയാർ എത്തി. പിന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മളിനി പെരിയാർ ഇടണം. അപ്പോൾ തേക്കടി എത്തി. ഏത് നമുക്കിനി അകത്തോട്ട് പോയി നോക്കി നോക്കാം. ബസ്സിൽ പോകുന്നവരുണ്ട്, നമുക്ക് നടന്നു പോകാം. അതല്ലേ എക്സ്പീരിയൻസ്. ഏത് ശരിയപ്പോൾ അത് നമ്മളങ്ങനെ അതിനകത്ത് കയറിയപ്പോൾ തന്നെ ഒരു കോവിലൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ. പിന്നെ നമ്മളിപ്പോൾ നടന്ന് പോകാൻ ടിക്കറ്റാണ് എടുത്തോട്ടോ. ബസ്സിൽ പോകണമെങ്കിൽ എല്ലാ ടിക്കറ്റ് എടുക്കണം. പോകണമെങ്കിൽ അവിടെ ചെന്നിട്ട് എൻട്രി 45 ആവും. നടന്നാണ് പോകണമെങ്കിൽ നമുക്ക് രണ്ടും കൂടെ 40-90 മാത്രമേ ആയിട്ടുള്ളൂ. വേറെ ചിലവൊന്നുമില്ല. ബസ്സിനാണെങ്കിൽ എക്സ്ട്രാ 30 ഇത്ര കൊടുക്കേണ്ടി വരും. നടന്ന് പോകാൻ ചോദിച്ചതാ. ഒരു സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. അപ്പോൾ നമുക്ക് നടക്കാം. ഗൈസ് ലൈഫാകുമ്പോൾ നിങ്ങൾ ഇതേപോലത്തെ അഡ്വഞ്ചറസ് ഒക്കെ എടുക്കണം കേട്ടോ. ഇത് നോക്കിയേ, കാട് മാത്രം. ഇത് നമ്മൾ മാത്രം. കൊള്ളാം കേട്ടോ. നല്ല കാറ്റുണ്ട്, വെയിലുണ്ട്. പക്ഷേ നമുക്ക് വെയിലൊന്നും അറിയുന്നില്ല. ആ രീതിക്കുള്ള കാറ്റാണ്. അതുകൊണ്ട് അത് കൊള്ളാം. തളർന്ന് തുടങ്ങിയില്ല, തളരട്ടെ ആദ്യം. പക്ഷെ വേറെ കുറച്ച് ബൈക്കുകളും കാറുകളൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്ന് അറിയത്തില്ല.
ഇതാ നോക്ക് കണ്ടാ മുന്നോട്ട് ഓവർടേക്ക് വൈൽഡ് അനിമൽസ് മേ ക്രോസ് എന്ന്. അല്ലെ പുലിയും വരുമോ? പുലിമാർ കൊടുക്കണേ. ഇതാണല്ലേ ഗൈസ്, ബൈക്കൊക്കെ പോകുന്നുണ്ട്. എന്തുവാ പക്ഷെ ഇവിടെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലാവരും എന്നെ ഒരുമാതിരി ഇങ്ങനെയൊക്കെ നോക്കുന്നത്. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ലിഫ്റ്റ് ഒന്നും വേണ്ട, നടന്നാൽ മതി. നടന്നു പോവാം. കാണാൻ കുറേ ഉണ്ടോ? കുറേ കാണാനുണ്ട്. കാരണം നമ്മളെ രണ്ടുപേരും നടന്ന് പറഞ്ഞില്ലേ ആൾക്കാരൊക്കെ നടക്കുന്നത്. നീ കുറച്ച് കട്ടിങ്ങൊക്കെ ആവട്ടെ. അങ്ങോട്ട് കാട് കേട്ടോ. ചീവിടിൻ്റെ ഒക്കെ സൗണ്ട് കേട്ടില്ലേ? ഇല്ല ഇതേണ്ടേ ഞാൻ പറഞ്ഞ ഇതേപോലത്തെ കണ്ട കാറുകൾ വരുന്നുണ്ടല്ലേ. എന്താ അല്ലേ? ഇത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തായാലും സ്പെഷ്യലായിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതേ ഒരു കുറേനെ കാണിച്ചു തരാം കേട്ടോ. സോറി, കുറേ ഉണ്ട് കേട്ടോ. മമ്മിയെ നോക്കിയേ, മമ്മിയുണ്ട്, കിഡുണ്ട്. നമുക്ക് ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കൊച്ചുകുട്ടി അങ്ങ് മേളിൽ എന്തല്ലേ. എടേ ഇതിൻ്റെ കുറേ ഉണ്ടല്ലേ. എന്താ അല്ലേ വേണ്ട അങ്ങ് ഒരുത്തൻ. കുറേ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒറ്റയ്ക്ക് പോകുന്നു. നമുക്കിനി ഇങ്ങോട്ടാ പോകണ്ട. ദിസ് വേ, ലോങ് വേ. കല്ലൊന്നും എടുത്തറിയില്ല, തിരിച്ചറിയും. വാ ഞാൻ അങ്ങോട്ട് പോകണം കേട്ടോ ഗൈസ്. പോയച്ചു വരാം. ബായോ ഗൈസ്. നമ്മൾ മാത്രമല്ല നടന്നു വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? അല്ലാതെ നിറയെ പോകുന്ന ആൾക്കാരല്ല. അവർക്ക് കണ്ടില്ലേ, ഫാമിലീസൊക്കെ ആയിട്ടാണ് വരുന്നത്. ഓ നല്ല കാടാ കേട്ടോ. എന്തുവാ? ഇതിനെന്തോ പറയുമല്ലോ ഗൈസ്, ഇതിനെന്തോ പറയുമല്ലോ അല്ലേ? എന്താണ് മലയെണ്ണ തന്നെ ഓണം വേണ്ട, അതാ മരത്തിൻ്റെ ഗൈസ്. ഇതിൻ്റെ പേരറിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ. ഓക്കെ പട്ടിയല്ലേ എങ്ങനെ വിളിച്ചാൽ വരാൻ? പൂച്ചയല്ല. കണ്ടോ, ഞാൻ നടന്നു പോയുള്ള ഗുണങ്ങൾ കണ്ടോ. ഇതേപോലത്തെ ഉള്ള പല ഇതിനെയും കാണാം, പല മൃഗങ്ങൾ. പ്രകൃതിയുമായി നമുക്ക് ഇണഞ്ഞു ചേരാം. കണ്ടില്ലേ? എന്ത് വനങ്ങളാന്നേ. നല്ല വഴി ഗൈസ്. പിന്നെ നമ്മൾ കുറച്ചുകൂടി വന്നപ്പോഴേ ഇതേ ഒരാളെ കാണിച്ചു തരാം. ഓളെ വരുന്ന കിട്ടും കേട്ടോ. ഇതിൻ്റെ പേര് മാനാണോ? എന്തോ ആണ് കേട്ടോ. കണ്ടില്ലേ? ഞാൻ ആള് ഇതാരം പേടിച്ചാണ് കേട്ടോ നിൽക്കുന്നത്. അത് പൂച്ചയല്ലടാ മണ്ട, നീ ഇങ്ങനെ വിളിക്കാൻ. കണ്ടില്ലേ? ഇടിക്കും കേട്ടാ. കേട്ടോ വയസ്സ് ഇതിലാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ടോ സ്ഥലങ്ങൾ? അങ്ങോട്ട് പോയിട്ട് വന്നാലാ? അല്ലടാ, അവിടെ ഒന്നുമില്ല. വെള്ളം വറ്റി കിടക്കുന്ന ആറാണ്. അല്ല, അന്ന് വരാൻ കുഴപ്പമില്ല കേട്ടോ. ആൾക്കാരൊക്കെ പോകുന്ന കണ്ടില്ലേ? അത് കപ്പിൾസ് ആയതുകൊണ്ട്. നമ്മളും കപ്പിൾസ് അല്ലേ? ആര് ഗൈസ്? ഇത് എടേ ജർമ്മിൻ്റെ കൂട്ടറാ. എൻ്റെ പൊന്നെ, ഇത് നോക്കിയേ. ഉണ്ടോ? അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഒരു കല്ലിങ്ങട്. എവിടെ ഒരു ബ്ലാക്ക് സാധനം കൊണ്ടോ? അതൊന്നും പിള്ളേർ ആൾക്കാർ കാണാൻ പറ്റത്തില്ലടാ. ദേണ്ട കണ്ട ഗൈസ്. അതൊക്കെ നേരത്തെ കണ്ട മലയാളനല്ല ആയിരിക്കൂടാ.
ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണണമെങ്കിൽ കാണിക്കട്ടോ സബ്സ്ക്രൈബേഴ്സിന് അതൊരു പുതിയ അറിവാട്ടെ. ഇതേ ആ സംഭവം എന്താ വീണ്ടും അത് എറമ്പിൻ്റെ കൂടെ കേട്ടോ. ഗൈസ് അതൊക്കെ നോക്കി അങ്ങോട്ടൊക്കെ എന്തോ ആറൊക്കെ പറ്റി കിടക്കുന്ന കേട്ടോ. വിജനമ്മ മാമ്പഴി ഇതൊക്കെ എന്തോ കാകളാണ്. മഞ്ചൻ്റെ പോക്കറ്റിൽ ഗൈസ് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേ ആ വളവ് കഴിഞ്ഞ് വന്നപ്പം പെട്ടെന്ന് ചെറുതായി ഞെട്ടി കേട്ടോ. അതെ നോക്കിയേ, ദൂരം നിന്നൊക്കെ കാണുമ്പോഴേ ഒന്ന് ഇടിച്ചു പോവും. തിരിഞ്ഞ് ഓടാൻ നിൽക്കുകയായിരുന്നു ഇവിടെ ഒരാൾ. കൊള്ളാം കേട്ടോ. കുണ്ടി കാണിച്ച് നിൽക്കുന്ന അരിക്കുണ്ടൻ. അയ്യോ അയ്യോ ഇതാ വരുന്നുണ്ടില്ലേ? ഇല്ല അതാണ് കേട്ടോ ഇവിടുത്തെ ബസ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബസ്സിലും പോകാമെന്ന്. അല്ല ബസ്സിലാണ് എല്ലാവരും പോകുന്നത്, നമ്മൾ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ ബസ്സിലാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ആനക്കുട്ടൻ. ഇതാണ് കേട്ടോ ബസ്. നോക്കിയേ ഉണ്ടല്ലേ? ഓ 2 സൈഡും കുണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഷോർട്ട് കട്ട് ആയിരിക്കും. റിസ്ക് എടുക്കണോ? റിസ്ക് എടുക്കാം വാ. അപ്പോൾ പറയല്ലേ വാ. ഗൈസ് ദേ ടർട്ടിൽ കോഫി ഷോപ്പ്. വെറുതെ പേര് മാത്രമല്ല കേട്ടോ. ഈ അമ്മോനെ ലൈം സോഡ ഉണ്ടോ വാടാ ചുമ്മാരി അങ്ങ് പോയിട്ട് കുടിക്കാം. ലൈവ് കിട്ടി. കൊള്ളാം കേട്ടോ ആ വഴിയൊക്കെ. എന്ത് ഇവിടെ ഓപ്പൺ ആടാ, നോക്കി നോക്ക്. അങ്ങോട്ടൊക്കെ നോക്കി. ആഹാ പോവാം വാ. ഇന്ന് ഹർത്താലാണ് ഗൈസ് ഇവിടെ. ഗൈസ് നമ്മളങ്ങനെ ഏറെക്കുറെ എത്തി കേട്ടോ. ആൾക്കാരെ കണ്ടില്ലേ? അങ്ങോട്ട് താഴോട്ട് പോകേണ്ടത്. പിന്നെ ഇവിടെ ഒരു കഫേ ഉണ്ട്. അത്യാവശ്യം റേറ്റായി. നമ്മൾ അങ്ങോട്ട് തല വെച്ചില്ല. പോവാ. മരം നോക്കിയേ. ഇതേണ്ട കണ്ടില്ലേ? പെരിയാർ ടൈഗർ റിസർവ്. എന്താ അല്ലേ? കൊള്ളാം രണ്ടും. അല്ല ഇത് കൊള്ളാം കേട്ടോ. ബസ് അവിടെ കേട്ടോ വരുന്നത്. അവിടെ താഴെ പോയി ടിക്കറ്റ് എടുക്കണം. അങ്ങോട്ട് താഴെ പോകണം. എന്നിട്ട് ബോട്ടിൽ കയറണം. ഇതിൽ ഇങ്ങനെ വരണം. ഇതുപോലെ ഓടണം. ഓ പ്രായഭേദമന്യേ ഇവിടെ നോട്ടം കണ്ടില്ലേ? ഇതേ കുരങ്ങന്മാർ, മാമന്മാർ, പിള്ളേർ, പുളി. അതുകൊണ്ടില്ലേ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പോകണമെന്നുള്ളവർക്ക് പോകാം, വേണ്ടെന്നുള്ളവർക്ക് ഇവിടെ ഇരുന്ന് കാണാം. ഇത് ഇങ്ങനെ ഇവിടെ കൂടെ നടന്ന് വഴി കാണിച്ചിരുന്നു കേട്ടോ. ഇങ്ങനെ നടന്ന് ദേ ആൾക്കാർ പോകുന്ന കണ്ടില്ലേ? ദേ അങ്ങറ്റം വരെ നടന്ന് പോകണം. അപ്പോൾ നിങ്ങൾക്കിത് അവിടെ ബോട്ടുകൾ കാണാം, അവിടെ കയറാം. ഇതാണ് കേട്ടോ പരിപാടി. പക്ഷെ നമ്മൾ വിചാരിച്ചത് ആ ഈ വെള്ള ബോട്ടുണ്ടല്ലേ, ആയിരിക്കും നമ്മൾ കരുതിയത്. പക്ഷേ എങ്കിൽ കയറിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ? ഇതിലുള്ള വലിയ ബോട്ട്സാണ്, ഗ്രൂപ്പായിട്ടാണ്. ഇതൊരു ഗുമ്മ കാണത്തില്ല. ഈ ലൊക്കേഷനൊക്കെ കണ്ടില്ലേ? അത്യാവശ്യം വെള്ളം കേട്ടോ. പക്ഷേ വെള്ളം കുറവാണ്. അങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതേ കണ്ടില്ലേ? ഉണ്ട് അത്യാവശ്യം. പക്ഷേ ശോകമാണ്. കണ്ടില്ലേ? എന്ത് ചെയ്യും നോക്കട്ടെ. ബോട്ടിന് കയറാൻ പറ്റുമെങ്കിൽ കയറാം. ഗൈസ് ഇവിടെ കണ്ടൊരു പങ്കാളിയാണ്.
പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് മനുഷ്യർ ചെയ്യുന്നതാണ് കേട്ടോ. അത് കയറി എടുത്താണ്ടല്ലേ. ഗൈസ് അങ്ങനെ ഇവിടെ ഏറെക്കുറെ എല്ലാം കണ്ടു കേട്ടോ. എല്ലാം കണ്ടത് അവിടെ ബോട്ടിങ് മാത്രമേ ഉള്ളൂ. ബോട്ടിങ് നമുക്ക് ഇനി വേറെ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച് വന്നതേ ഈ കൂടിപ്പോയി ഒരു 6 പേരൊക്കെ ഇന്നിങ്ങനെ ഒന്നിങ്ങനെ ചവിട്ടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പയ്യെ പോകുന്ന ആ ഒരു സ്കീമിൽ നമ്മൾ വന്നത്. ഇവിടെ വന്നപ്പം ഒരു KSRTC ബസ് കണക്കാണ്. അതുകൊണ്ട് ആ ഒരു മൂടങ്ങ് പോയി. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനിയിപ്പോൾ ഇവിടെ അടുത്തൊരു മുന്തിരിത്തോട്ടമുണ്ടെന്ന് പറഞ്ഞു, അങ്ങോട്ട് പോവാം. പിന്നെ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. വലിയ റേറ്റൊന്നും ആയില്ല, പൊറോട്ട കഴിച്ചേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്ത് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, ബൈ.